എന്താ ആർത്രൈറ്റിസ്? ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ജോയിൻസിന് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ. ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ സ്ട്രക്ചേഴ്സ് ഉള്ള, അതായത് ഒരു ജോയിൻറ്റിനെ സംബന്ധിച്ച് ബോൺസ് ഉണ്ടാവും, ലിഗമെൻ്റ് ഉണ്ടാവും, കാർട്ടിലേജ് ഉണ്ടാവും, അതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ അതിന് കൂടെയാണ് നെർവും ബ്ലഡ് വെസലും എല്ലാം പോകുന്നത്. അങ്ങനെ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറായിട്ടുള്ള ഈ ജോയിൻറ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്തായിരിക്കും? അങ്ങനെ ഒരു പെയിൻ വന്നു, ഇൻഫ്ലമേഷൻ വരുമ്പോൾ അത് അതിൻ്റെ മൂവ്മെൻറ്റ്സിനെ ബാധിക്കും. സിവിയർ പെയിൻ വരും, നടക്കാൻ വയ്യാതാവും, മൂക്കുട്ട് മടക്കാൻ വയ്യാതാവും. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളാണ് നമുക്ക് വരുന്നത്. അതിനാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ആർത്രൈറ്റിസ് എന്താ ആയുർവേദത്തിൽ ഞാൻ എല്ലാവരുടെടുത്തും പറയുന്ന, ആയുർവേദത്തിൽ ശരീരം ഉണ്ടായേക്കുന്ന ത്രിദോഷങ്ങൾ കൊണ്ടാണ്, സപ്തധാതുക്കൾ കൊണ്ടാണ്. ഈ ത്രിദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ വാതം, പിത്തം, കഫം എന്നിവയാണ് ഈ ത്രിദോഷങ്ങൾ. സപ്തധാതുക്കൾ രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം ഇവയാണ്. അപ്പോൾ ഇത് ഒന്നിൽ നിന്നാണ് ഒന്നിലേക്ക് ഉണ്ടാവുന്നത്. രസം, രക്തം, നമുക്ക് സാധാരണക്കാർക്ക് അത് എത്രത്തോളം പിടികിട്ടുമെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊരു ചാനൽസാണ്. ഈ ചാനൽസിൽ വരുന്ന ഒരു ബ്ലോക്ക് കൊണ്ടാണ് നമുക്ക് അടുത്ത ധാതു ഈ പരിണമിക്കാതെ പോകുന്നത്. അപ്പോൾ അതുവഴി അസുഖങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള നിദാനം, ഏറ്റിയോളജി എന്ന് പറയുന്നത്. ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദത്തിൽ വാതശോണിതം എന്ന് പറയും. ഈ വാതശോണിതത്തിൽ വാതം, ശോണിതം, വാതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാന ദോഷമായിട്ടുള്ള വാദമാണ്. ശോണിതം എന്ന് പറഞ്ഞാൽ രക്തമാണ്. അപ്പോൾ ഈ വാദവും രക്തവും കോപിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ് വാതശോണിതം എന്ന് പറയുന്നത്. അതിന് കാരണങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ വിരുദ്ധ ആഹാരങ്ങൾ, വിഹാരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അങ്ങനെയൊക്കെ കൊണ്ട് തന്നെയാണ് വാതശോണിതം ഉണ്ടാവുന്നത്.